ഗുഡ് മോർണിംഗ്. നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 27ാമത്തെ ചാപ്റ്ററാണ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നമ്മളിതിന് തൊട്ട് മുന്നിൽ പറഞ്ഞെന്താണ്, ആൽക്കഹോള്, ഈതർ, ഫീനോൾ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് വേറെ ഗ്രൂപ്പുകൾ വന്ന് ആഡ് ചെയ്യുന്ന ആ ഗ്രൂപ്പുകളെയാണ് എന്ത് പറയുക, ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയാം. കാരണം ആൽക്കഹോൾ പറഞ്ഞപ്പോൾ അവിടെ OH ഗ്രൂപ്പ് വന്നു, ഈതറിൽ ഓക്സിജൻ വന്നില്ലേ. അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഇതൊക്കെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചു. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ആൽഡിഹൈഡും കീറ്റോണും കാർബോക്സിലിക് ആസിഡും. ഇവർ തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബോണിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാം. കാർബോണിൽ ഗ്രൂപ്പ് വന്ന് ആഡ് ചെയ്യാം. അതായത് C+O ഇതാണ് എന്ത്, കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഡിഹൈഡ്, കീറ്റോണൊക്കെ എന്താണ്, കാർബോണിൽ കോമ്പൗണ്ട് ഹൈഡ്രോ കാർബൺ ചെയിനിലേക്ക് വന്ന് ആഡ് ചെയ്യും. ആൽഡിഹൈഡിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജൻ ആറ്റമെങ്കിലും ഈ കാർബോണിൽ ഗ്രൂപ്പിൻ്റെ കൂടി ഉണ്ടാവും. മറ്റേ അതിലെ കാർബണിൻ്റെ കൂടെ എന്താണ്, ഒരു ഹൈഡ്രജൻ ആറ്റെങ്കിലും ഉണ്ടാവും. മറ്റേൽ വേറെ ഏതെങ്കിലും ആൽക്കൈൽ ചെയിൻസ് ഉണ്ടാവും. ഇനി ആൽഡിഹൈഡിലത്തെ കേസാണ് പറഞ്ഞേട്ടാ. ഇനി കീറ്റോൺസിലാണെങ്കിലോ, കീറ്റോൺസിലാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ഈ കാർബോണിൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് പ്രത്യേകതകൾ. ആൽഡിഹൈഡും കീറ്റോൺസ് എന്താണ്, കാർബോണിൽ ഗ്രൂപ്പ് ഇവരായിട്ട് ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ചെയിനായിട്ട് ഒരു കാർബോണിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്ന ഘടനയാണ് ഉള്ളത്. അതിൽ കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കാർബണും ഓക്സിജനും ഡബിൾ ബോണ്ടിൽ വരുന്നതിനെയാണ് കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയാം. ആൽഡിഹൈഡിൽ എങ്ങനെയാണ്, ഒരു ഹൈഡ്രജൻ ആറ്റമെങ്കിലും എന്തുണ്ടാവും, ഒരു കാർബണായിട്ട്, അതായത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ആൽഡിഹൈഡിൽ. കീറ്റോണിലാണെങ്കിലോ 2 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണിത് വന്നിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോഴോ ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ്റെ കൂടെ COOH ഗ്രൂപ്പ്, COOH ആണ് കാർബോക്സിലിക് ആസിഡ്, അത് കൂടെ വരാം. ഇപ്പോൾ കീറ്റോൺ ആണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പ്രൊപ്പനോൺ, പെൻറ്റനോൺ, മെത്തനോൺ എന്നൊക്കെ ആയിരിക്കും. ഇനി ആൽഡിഹൈഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ പേര്, ആൽഡിഹൈഡ് എന്നുള്ള പേര് വരും. മെത്താൽഡിഹൈഡ്, പെൻറ്റാൽഡിഹൈഡ് എന്നുള്ള പേര് വരും. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഓയിക് ആസിഡ്, പെൻറ്റനോയിക് ആസിഡ്, മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, അങ്ങനെയൊക്കെയാണ്. ഓയിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര് വരിക. ഇനി നമുക്ക് ടോളൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ടോളൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൽഡിഹൈഡിനെയും കീറ്റോണെയും വേർതിരിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ടോളൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡിനെയും കീറ്റോണെയും വേർതിരിക്കാനുള്ള ടെസ്റ്റാണ് ടോളൻ ടെസ്റ്റ്. അപ്പോൾ ഇതിലെന്താണ്, ആൽഡിഹൈഡ് വേഗം ഓക്സിഡൈസ് ചെയ്ത് പോവും. കീറ്റോൺസ് പതുക്കെയാണ് ഓക്സിഡൈസ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ടോളൻ ടെസ്റ്റ് നോക്കണം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു ലൂക്കാസ് ടെസ്റ്റ് നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നോക്കി വെക്കണം. ഇനി കീറ്റോഇനോൾ ടോട്ടോമെറിസം എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ എ കീറ്റോ ഫോം ആൻഡ് എൻ ഈനോൾ. ഒരു ഈനോൾ ഫോമും കീറ്റോ ഫോമും തമ്മിലുള്ള എന്താണ്, ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം. കീറ്റോ ഗ്രൂപ്പിനെ ഈനോൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും, ഈനോളിനെ കീറ്റോ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിനെയാണ് കീറ്റോഇനോൾ ടോട്ടോമെർസ് എന്ന് പറയുന്നത്. ദ ഈനോൾ ആൻഡ് കീറ്റോ ഫോംസ് ആർ സെഡ് ടു ബി ടോട്ടോമെർസ് ഓഫ് ഈച്ച് അതർ. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദ ഇന്റർ കൺവേർഷൻ ഓഫ് ദ 2 ഫോംസ് ഇൻവോൾവ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് എൻ alpha hydrogen and the shifting of bonding electrons. Hence the isomerism relate to the tautomerism. അതായത് ഒരു ആൽഫ ഹൈഡ്രജനും അതേപോലെ തന്നെ ബോണ്ടഡ് ആയിട്ട് ഇലക്ട്രോൺസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഈ ടോട്ടോമെറിസം സംഭവിക്കുന്നത്. ഇതെന്താണ്, ഒരു തരത്തിലുള്ള ഐസോമെറിസം കൂടിയാണ്. അപ്പോൾ ആ ഐസോമെറിസിന് പറയുന്ന പേരാണ് എന്ത്, ടോട്ടോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളത്. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് കുറച്ച് പ്രോസസ്സുകളാണ്.
അതിലൊന്നാമത്തത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വെൻ എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഈസ് ഹീറ്റഡ് ഇൻ എ ബേസിക് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രാസിൻ ഇൻ എ ഹൈ ബോയിലിംഗ് ആൽക്കഹോൾ ദെൻ ദ കാർബോണിൽ ഗ്രൂപ്പ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു മെത്തിലീൻ ഗ്രൂപ്പ്. അതായത് ഒരു ആൽഡിഹൈഡിനെയോ അല്ലെങ്കിൽ ഒരു കീറ്റോണിനെയോ എന്താണ് ഒരു ഹൈഡ്രാസിൻ്റെ ബേസിക് സൊല്യൂഷനിൽ നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ആൽക്കഹോളിൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആ ആൽഡിഹൈഡിലോ അല്ലെങ്കിൽ കീറ്റോണിലോ ഉള്ള കാർബോണിൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടോ ഉണ്ടല്ലോ, ആ കാർബോണിൽ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? മെത്തിലീൻ ഗ്രൂപ്പായിട്ട് മാറും. മെത്തിലീൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മീഥൈനുള്ള ഗ്രൂപ്പായിട്ട് മാറും. അതിനെയാണ് എന്ത് പറയുക നമ്മൾ? അതാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ആൽഡിഹൈഡോ കീറ്റോൺസോ എന്താണ് ഹൈഡ്രാസിൻ്റെ ബേസിക് സൊല്യൂഷനിൽ ആൽക്കഹോളിൽ ഹീറ്റ് ചെയ്യുന്ന ഹൈ ബോയിലിംഗ് ആൽക്കഹോളിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ആൽഡിഹൈഡിലോ കീറ്റോണിലോ ഉള്ള കാർബോണിൽ ഗ്രൂപ്പ് മെത്തലീൻ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ക്ലമൻസൺ റിഡക്ഷൻ. ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ അസിഡിക് മീഡിയം യൂസിൻ അമാൽഗമേറ്റഡ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉള്ളത് അത് എങ്ങനത്തെ സിങ്കാണ്? അമാൽഗമേറ്റ് ആണ്, കൂടിച്ചേർന്നാണ്. ആ തമ്മിലുള്ള റിയാക്ഷനിൽ എന്ത് സംഭവിക്കും? ഒരു അസിഡിക് മീഡിയത്തിൽ നടക്കുക. അപ്പോൾ അത് ഒരു ആൽക്കെയിൻ ഗ്രൂപ്പായിട്ട് മാറും. എയിലുള്ള ഏതെങ്കിലും ഹൈഡ്രോ കാർബൺ ചെയിനായിട്ട് മാറും. ഇതിനാണ് ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആൽഡോൾ റിഡക്ഷൻ. ആൽഡോൾ റിഡക്ഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡിലെ ആൽഫ ഹൈഡ്രജൻ ആറ്റം അത് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് എന്താ പറയുക റിയാക്ട് ചെയ്തിട്ട് അഡോൾസ് കിട്ടും. അതായത് ആൽഡിഹൈഡിലുള്ള ആൽഫ ഹൈഡ്രജൻ ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡോൾസ് കിട്ടും. ഇനി കാനിസാരോ റിഡക്ഷൻ. കാനിസാരോ റിഡക്ഷൻ എന്ന് പറയുന്നത് ആരോമാറ്റിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ ഇവർക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഡു നോട്ട് ഹാവ് എ ആൽഫ ഹൈഡ്രജൻ. ആ റിയാക്ഷനിൽ ഒരു ആൽഫ ഹൈഡ്രജൻ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്ത് അവരെ കോൺസെൻട്രേറ്റഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടും കിട്ടും. ഇതിനെയാണ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആരോമാറ്റിക്കോ ആലിഫാറ്റിക്കോ ആയിട്ടുള്ള ആൽഡിഹൈഡുകൾ അവർക്ക് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകളെ കോൺസെൻട്രേറ്റഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കിട്ടും? ആൽക്കഹോളും കിട്ടും, കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടും കിട്ടും. ഈ പ്രോസസ്സിനെയാണ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ നോക്കി വെക്കണം. ആൽഡിഹൈഡ് എന്താണ്, കീറ്റോൺ എന്താണ്, കാർബോക്സിലിക് ആസിഡ് എന്താണ്, അവർ വരുമ്പോൾ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ പേരെങ്ങനെയാണ്, ഇതിലൊക്കെ കുറേ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ചെയിൻ എഴുതാനൊക്കെ ഇതിൽ നോക്കിയിട്ട് പഠിക്കണം. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. താങ്ക് യു.